നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കുള്ള ഇൻഡക്ഷൻ തൃശൂർ കിലയിൽ നടന്നു. 14 ദിവസത്തെ പരിശീലനമാണ് നടന്നത്. പരിശീലനത്തിൽ CPRനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ സെഷൻ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കണ്ടലോരം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. പഞ്ചായത്ത് കണ്ടലോരത്തേക്ക് BMC അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും കായലിലൂടെ നടന്ന കണ്ടലോരത്തെത്തിയാണ് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. സുസ്ഥിര വികസനത്തിലെ ഹെൽത്തി വില്ലേജ് വിഷയത്തിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന ശില്പശാല കിലയിൽ നടന്നു. വിഷയവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശില്പശാലയിൽ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയുടെ 5ാം ചാമ്പ്യൻഷിപ്പ് നേട്ടത്തോടെ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 പിലിക്കോട് പരിസമാപ്തി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രധാന വേദിയായ കാലിക്കടവ് സ്റ്റേഡിയത്തിൽ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 209 പോയിന്റോടെ തുടർച്ചയായി 5ാം വട്ടവും ഓവറോൾ ചാമ്പ്യന്മാരായ കാസർഗോഡ് ജില്ലയ്ക്കുള്ള എവറോളിംഗ് ട്രോഫി M രാജഗോപാലൻ MLA സമ്മാനിച്ചു. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IASഉം കാസർഗോഡിന് സമ്മാനിച്ചു. 185 പോയിന്റുമായി 2ാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജാഫർ മാലിക് എന്നിവർ സംയുക്തമായി സമ്മാനിച്ചു. 96 പോയിന്റുമായി 3ാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയ്ക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ട്രോഫി സമ്മാനിച്ചു. 3 ദിനങ്ങളിലായി സംഘടിപ്പിച്ച കലോത്സവത്തിൽ 3500ഓളം കലാകാരികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ജില്ലയിലെ സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് തല ദ്വിദിന പരിശീലനം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. സോഷ്യൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷ മലപ്പുറം ജില്ലയ്ക്ക് അവാർഡ്. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ജില്ലകൾക്കായി സംഘടിപ്പിക്കുന്ന ഈറ്റ് റൈറ്റ് ചലഞ്ച് ഫേസ് 3യിലെ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയ്ക്ക് അവാർഡ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തിരുവനന്തപുരം മഹാത്മാ അയ്യങ്കാളി ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്ന് മലപ്പുറം ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ D സുജിത് പെരേര അവാർഡ് ഏറ്റുവാങ്ങി. സാമ്പിളുകളുടെ ശേഖരണം, ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവയുടെ വർധനവ്, ഭക്ഷ്യസ്ഥാപനങ്ങളിലെ പരിശോധന, ഈറ്റ് റൈറ്റ് സ്കൂൾ സർട്ടിഫിക്കേഷൻ, ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ് സർട്ടിഫിക്കേഷൻ, ഹൈജീൻ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ എന്നിങ്ങനെ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിർണയിച്ച 10ഓളം മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തന മികവ് വിലയിരുത്തിയത്. കേരള സർക്കാരിന് കീഴിൽ കിലയും KDISCും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനം ഒരു ആശയം പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക തലത്തിൽ നൂതന ആശയദാതാക്കളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രാദേശിക ഇന്നൊവേഷൻ പോർട്ടൽ ആരംഭിച്ചു. തങ്ങളുടെ കൈവശമുള്ള നൂതന ആശയങ്ങളും പദ്ധതികളും സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് പ്രസ്തുത ആശയങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഈ പോർട്ടൽ ഒരുക്കുന്നു. നിലവിൽ 14 ജില്ലകളിൽ നിന്നായി 154 ആശയങ്ങളാണ് പോർട്ടൽ വഴി സമർപ്പിക്കപ്പെട്ടത്. പോർട്ടലിൽ സമർപ്പിക്കുന്ന നൂതനമായ ആശയങ്ങൾക്ക് അത് നടപ്പിലാക്കുവാനുമുള്ള പിന്തുണകൾ KDISC വഴി ലഭ്യമാകും. oil.kerala.gov.in ക്ലിക്ക് ചെയ്ത് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. മലപ്പുറം ജില്ലയിൽ 73 പച്ചത്തുരുത്തുകൾ പദ്ധതിക്ക് തുടക്കമായി. ഹരിത കേരള മിഷന്റെ പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനമായ പച്ചത്തുരുത്തുകൾ ജില്ലയിലെ 73 ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനത്തിൽ പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലം നിളയോര പാതയിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഞാവൽ തൈകൾ നട്ട് നിർവഹിച്ചു. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ മരങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും വളർത്തി സ്വാഭാവിക വനമാതൃകകൾ സംരക്ഷിക്കാനാണ് പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. ജില്ലയിൽ 34 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 73 പച്ചത്തുരുത്തുകളാണ് ഈ വർഷം ഒരുക്കുന്നത്. തൈകൾ തൊഴിലുറപ്പ് പദ്ധതി വഴിയും സാമൂഹിക വനവൽക്കരണ വിഭാഗം വഴിയുമാണ് നൽകുന്നത്. 50 സെന്റ് സ്ഥലത്ത് 300ഓളം തൈകൾ നട്ടുകൊണ്ടാണ് ഹരിത കേരള മിഷനും നഗരസഭയും ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പച്ചത്തുരുത്തൊരുക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 200 തൈകളാണ് നടുന്നത്. പരിസ്ഥിതി ദിനത്തിൽ പേപ്പർ വിത്ത് പേനകൾ വിതരണം ചെയ്ത് കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. സിവിൽ സ്റ്റേഷൻ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ കുട്ടികൾക്ക് പേപ്പർ വിത്ത് പേന വിതരണം ചെയ്യുകയും സ്കൂളും പരിസരവും വൃത്തിയാക്കി വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KP രാജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ M ഗൗതമൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
ജില്ലയിലെ സ്കൂളുകളിൽ പരിസ്ഥിതി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മികച്ച ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാതലത്തിൽ പ്രത്യേക പുരസ്കാരം വിതരണം ചെയ്യും. ആവശ്യമായ ശൗചാലയങ്ങളോ ശുചിത്വ സംവിധാനങ്ങളോ ഇല്ലാത്ത സ്കൂളുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ജില്ലാ ശുചിത്വ മിഷൻ അറിയിച്ചു. ഹരിത കേരളം മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ കാവ് പച്ചത്തുരുത്ത് സ്ഥാപിച്ചു. ആലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ പഴൂർ പുരുഷോത്തമൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള പഴൂർ സർപ്പക്കാവാണ് വീണ്ടെടുത്തത്. 5 സെന്റിലുള്ള സർപ്പക്കാവ് 2018 പ്രളയത്തിൽ നശിച്ചുപോയിരുന്നു. നിലവിൽ നാശം വന്നുകൊണ്ടിരിക്കുന്ന കാവുകളെ കണ്ടെത്തി സംരക്ഷിക്കാനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതിയിലൂടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കേരള വനം വകുപ്പ് എന്നിവ സംയോജിച്ചാണ് വീണ്ടെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് രുദ്രാക്ഷ തൈനട്ട പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്ന സന്ദേശം നൽകി മറ്റത്തൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ GLPS മറ്റത്തൂർ വിദ്യാലയത്തിന് പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും നൽകി. തൈനടൽ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷൈനി ബാബു അധ്യക്ഷത വഹിച്ചു. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 500 പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളുമാണ് വിദ്യാലയത്തിന് കൈമാറിയത്. തോടുകൾ മാലിന്യമുക്തമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന അഴകോട് ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 10 തോടുകളാണ് ആദ്യഘട്ടത്തിൽ വൃത്തിയാക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ പരിപാലിക്കുന്നതിന് പ്രകൃതി വിഭവങ്ങൾ തന്നെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനായി കല്ലോ മണലോ ഉപയോഗിക്കാതെയാണ് സംരക്ഷണ പ്രവർത്തനം നടത്തുന്നത്. ഇതിന് 17,692 ചതുരശ്ര മീറ്റർ കയർ ഭൂവസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. കേരള കൊയർ കോർപ്പറേഷനിൽ നിന്നാണ് ആവശ്യമായ കയർ ഭൂവസ്ത്രം വാങ്ങുന്നത്. ആദ്യം മാറ്റുമാർക്കും പിന്നീട് തൊഴിലാളികൾക്കും പരിശീലനം നൽകുന്നുണ്ട്. പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നഗരസഭ. ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ പരിപാടിയുമായിട്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ഹരിതകാന്തി എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ബഹുമാന്യനായ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അത് ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നിവാസികളോട്, നല്ലവരായ നാട്ടുകാരോട്, നല്ലവരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിലമ്പൂരിനെ മാലിന്യമുക്തമാക്കുക, നമ്മുടെ നിലമ്പൂരിനെ ഏറ്റവും സൗന്ദര്യവൽക്കരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. നമുക്ക് നമ്മുടെ നിലമ്പൂരിനെ ഏറ്റവും സൗന്ദര്യമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകാന്തി പദ്ധതി നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഹരിതകാന്തി പ്രവർത്തകർ ഇവിടെ ചെയ്തു വരുന്നത്. അവരൊരു തൊഴിൽ മാർഗം കൂടിയാണ്. അവർ നമ്മളെ വീടുകളിലേക്ക് വരുമ്പോൾ തികച്ചും നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. തീർച്ചയായും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 7000-ഓളം കുടുംബങ്ങൾ ഇതിന് സഹകരിച്ച് വരുന്നുണ്ട്. നല്ല നിലയിലുള്ളൊരു പ്രതികരണമാണ് കടകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും കിട്ടുന്നത്. ഈ വരുന്ന സ്ത്രീകൾ നമ്മളുടെ ഇടയിലുള്ള സ്ത്രീകളാ എന്ന് കണക്കാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല വൃത്തിയായി ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിലമ്പൂർ നഗരസഭയുടെ ഹരിതകാന്തി എന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനം മൂലമാണ് നിലമ്പൂരിലെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ വീടുകളിലും ഹോട്ടലുകളിലും ഓരോ വാർഡും കേന്ദ്രീകരിച്ച് ജൈവ മാലിന്യവും അജൈവ മാലിന്യങ്ങളും ശാസ്ത്രീയമായി തരംതിരിച്ചുകൊണ്ട് അവർ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും ഈ മാലിന്യം കൃത്യമായി തരംതിരിച്ചുകൊണ്ട് ഗ്രീൻ കേരള മിഷന് കൈമാറും. അതുമൂലം വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നിലമ്പൂർ നഗരസഭയ്ക്ക് കഴിയുന്നു. നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം
ഈ സംസ്ഥാനത്ത് ആദ്യമായി കൊണ്ട് ഒരു നഗരസഭ സൗജന്യമായി വീടുകളിൽ എത്തിച്ചു നൽകുകയാണ്. ആദ്യം ഘട്ടം എന്ന നിലയ്ക്ക് ഏകദേശം നഗരസഭയിലെ 52% വീടുകളിലും ഇതിനോടകം ഈ ബയോബിൻ നൽകാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ബയോബിനിൽ നിന്ന് വരുന്ന ജൈവ മാലിന്യത്തിൽ നിന്ന് വരുന്ന ഏറ്റവും മികച്ച ജൈവവളം അത് നഗരസഭ തന്നെ ശേഖരിച്ചുകൊണ്ട് നഗരസഭയുടെ മാർക്കറ്റിൽ കുടുംബശ്രീ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിൽപ്പന നടത്തുവാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ശുചിത്വ കേരള മിഷൻ അംഗീകരിച്ച മാലിന്യ സംസ്കരണ ഉപകരണമായ ബയോബിന്നുകൾ എല്ലാ വീടുകളിലും സൗജന്യമായി നൽകുവാൻ നഗരസഭ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സ്പോർട്സ് ആൻഡ് ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ നഗരസഭയിൽ നടന്ന ബയോബിന്നിന്റെ വിതരണോദ്ഘാടനം നടത്തുകയും ചെയ്തു. കൂടാതെ വാർഡ് തലങ്ങളിൽ ഓരോ വീടുകളിലും ബയോബിൻ എത്തിച്ചു നൽകുന്ന പ്രവർത്തനവും നഗരസഭ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ അടുക്കളയിലുണ്ടാകുന്ന ഭക്ഷ്യവേസ്റ്റുകൾ ഈ ബയോബിന്നിൽ നിക്ഷേപിച്ച് ഈ വേസ്റ്റുകൾ തന്നെ വളമാക്കിക്കൊണ്ട് നഗരസഭ ഓരോ വീട്ടിലും എത്തിച്ചു നൽകുന്ന പച്ചക്കറി തൈകൾ നട്ടുവളർത്തി ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. അധികം വരുന്ന ജൈവവളം കുടുംബശ്രീയുടെ കാർഷിക വിപണന കേന്ദ്രം മുഖേന കുറഞ്ഞ നിരക്കിൽ വിപണനം ചെയ്യാനും പദ്ധതി ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ മാലിന്യം പുറന്തള്ളുമ്പോൾ നിലമ്പൂരിൻ്റെ സൗന്ദര്യം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നിലമ്പൂരിലെ ജനങ്ങളുടെ ആരോഗ്യം കൂടിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യ സംസ്കരണത്തോടൊപ്പം നിലമ്പൂരിലെ ആരോഗ്യമുള്ള ഒരു തലമുറയെ കൂടിയാണ് നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ജനകീയ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ഹരിതകാന്തി എന്ന മാലിന്യ സംസ്കരണ പദ്ധതിയോടൊപ്പം നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി പ്രവർത്തിക്കാം. നിലമ്പൂർ നഗരസഭ എന്നും ജനങ്ങൾക്കൊപ്പം. ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി. നമുക്കൊരുമിച്ച് അണിചേരാം മാലിന്യമുക്ത നിലമ്പൂരിനായി. ആർത്തവ ശുചിത്വവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ബ്ലോക്കിന് കീഴിലുള്ള പുഴകളും വയലുകളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് ഹരിതാപമായ പ്രദേശമാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായി വിജയകരമായി നടപ്പിലാക്കിയ സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്തിനു തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാനിറ്ററി നാപ്കിനുകൾ നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമായി മാറുന്നു എന്ന കണ്ടെത്തലാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതി ആവിഷ്കരിക്കുവാൻ പ്രചോദനമായത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം അറിയുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർത്തവ പൊതുബോധം, ആർത്തവ ശുചിത്വം, ആർത്തവകാല പ്രശ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സംസ്കരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഒരു സർവേക്ക് തുടക്കം കുറിച്ചു. ശാസ്ത്രീയ സംസ്കരണ രീതിയിൽ ആരും തന്നെ സിന്തറ്റിക് പാഡുകൾ സംസ്കരിക്കുന്നില്ല എന്നും 46.67% സ്ത്രീകളും ആർത്തവകാല പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നും സർവേയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ ഒരു അവലോകന യോഗം നടത്തി. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു ചോദ്യമാണ്, ഈ മെൻസ്ട്രൽ ഡേയ്സ് അത്ര ഹാപ്പിയാണോ അത്രയും സേഫ് ആണോ എന്നുള്ളതാണ്. അവലോകന യോഗത്തിൽ പ്രശ്നപരിഹാരമായി ബദൽ ഉൽപ്പന്നങ്ങളായ മെൻസ്ട്രൽ കപ്പുകളും തുണിപ്പാഡുകളും ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാനും അതിന്റെ പ്രചരണം നടത്തുവാനും തീരുമാനമെടുത്തു. ആദ്യപടിയെന്നോണം കൗമാരക്കാരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ബോധവൽക്കരിക്കുന്നതിനായി വാർഡ് തലത്തിലും സ്കൂളുകളിലും കോളേജുകളിലുമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. തങ്ങളിലെ അറിവില്ലായ്മയും ആശങ്കയും നീങ്ങിയതോടെ പഞ്ചായത്തിന്റെ ഈ നൂതന ആശയത്തെ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. തുടർന്ന് നടത്തിയ പഞ്ചായത്ത് തല അവലോകന യോഗത്തിൽ പദ്ധതിയുടെ തുടർ പ്രചരണത്തിനായി പോസ്റ്റർ പ്രകാശനവും സോഷ്യൽ മീഡിയ വഴിയുള്ള പോസ്റ്റർ പ്രചരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. കുടുംബശ്രീ അംഗങ്ങളുടെയും ആശാവർക്കർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് പഞ്ചായത്ത് 4.5 ലക്ഷം രൂപ നീക്കിവെക്കുകയും ഇതിന്റെ ആദ്യപടിയായി
പഞ്ചായത്ത് ഉപഭോക്തൃ വിഹിതം വാങ്ങാതെ 1500ഓളം മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്യാനും തീരുമാനമെടുത്തു. തുടർന്ന് പഞ്ചായത്ത് വാർഡ് തലങ്ങളിലായി വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. ഈ പദ്ധതിയിലൂടെ സന്തോഷകരവും സുരക്ഷിതവുമായ ആർത്തവ ദിനങ്ങളോടൊപ്പം സ്ത്രീകൾക്ക് കൂടുതൽ ആരോഗ്യവും ആർത്തവ ശുചിത്വവും ഉറപ്പുവരുത്താൻ പഞ്ചായത്തിന് സാധിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ 9700-ലധികം വരുന്ന 15 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിൽ സർവേ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള 3360 സ്ത്രീകൾക്ക് ഈ മെൻസ്ട്രൽ കപ്പുകളും അതുപോലെ തന്നെ കോട്ടൺ പാഡുകളും വിതരണം ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതി ആസൂത്രണം ചെയ്തതിന് ശേഷം ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ് വന്ന പിന്നെ ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. മെൻസ്ട്രൽ കപ്പിനെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശങ്കയും പിന്നെ പേടിയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പഞ്ചായത്തിൽ നിന്നൊരു നല്ലൊരു ക്ലാസ് അതിനെപ്പറ്റി കിട്ടി. അതിനുശേഷം സ്ഥിരമായി അത് തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ 2023-24 ബജറ്റിൽ സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പദ്ധതിക്കായി 10 കോടി രൂപ മാറ്റിവെച്ചു എന്നത് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. 2023 ഡിസംബറോടെ സിന്തറ്റിക് നാപ്കിന്റെ ഉപയോഗം പൂർണ്ണമായും നിർത്തലാക്കുക എന്നതിനാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യം ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്? എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് MP ശ്രീഷ. എരഞ്ഞോളിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു പഞ്ചായത്താണ്. 10.8 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് നിന്ന് അതിദരിദ്ര ആയ ആളുകളെ 4 പേരെയാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലും മരുന്ന്, ഭക്ഷണം ഇവർക്ക് 100% നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലൊരു കുടുംബത്തിൽ നിന്ന് 2 പേരാണുള്ളത്. അവർ 2 പേരും ഈ കഴിഞ്ഞ 1 മാസം മുന്നേ മരണപ്പെട്ടു പോയി. അപ്പോൾ അതിനുശേഷം 3 പേരാണിപ്പോൾ നിലവിലുള്ളത്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്. കൂടാതെ അതിലൊരാൾക്ക് വാസയോഗ്യമായ ഒരു വീടില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലേശഘടകത്തിൽ അതും കൂടി ഉൾപ്പെടുത്തിയതിനാൽ അവരെ ഒരു സ്വപ്ന സാഫല്യം നമ്മൾ ചെയ്യാൻ വേണ്ട മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ പഞ്ചായത്തുള്ളത്. അവർക്കും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് 100% നമുക്ക് എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഭക്ഷണ കിറ്റ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കിറ്റ് കൊടുക്കുന്നത്. 2000 രൂപയുടെ കിറ്റാണ് ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുകൊടുക്കുന്നത്. കാർഷിക മേഖലയിൽ കർഷകരുടെ ഉന്നമനത്തിനെല്ലാം നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ 40%, അതായത് നമുക്ക് 30 ലക്ഷത്തിന് രൂപയടുത്ത് കാർഷിക മേഖലയിൽ നമ്മളിപ്പം വിനിയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തെങ്ങിന് ജൈവവളം നമ്മൾ തുടർച്ചയായി ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കർഷകരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കി നൂതന പ്രൊജക്റ്റുകൾ, അതായത് കർഷകർക്ക് ഒരേ രീതിയിൽ ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് നിലവിൽ ചെയ്തു വരുന്നെങ്കിലും കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് എന്തെല്ലാണോ പ്രൊജക്റ്റുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം പഞ്ചായത്ത് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മൺചട്ടി വിതരണം. അപ്പോൾ പന്നികൾ ശല്യം രൂക്ഷമായതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ വീടുകൾക്ക് മൺചട്ടി കൊടുത്തുകൊണ്ട് അവരുടെ പ്രയാസം കുറച്ച് ഭാഗം കൃഷി മേഖലയിൽ മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടുപ്പാവിൽ കൃഷി വ്യാപിപ്പിക്കാൻ ഈ വർഷവും പദ്ധതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 10-12 ലക്ഷത്തിനുള്ളിൽ ചെലവഴിച്ചുകൊണ്ട് മട്ടുപ്പാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ കൂൺ കൃഷിയിലേക്ക് ഒരു കൂൺ ഗ്രാമമാക്കാൻ വേണ്ടുന്ന ഒരു ശ്രമവും കൂടിയും ഈ വർഷം നമ്മൾ നടപ്പിലാക്കി വരാനുള്ളൊരു ശ്രമമാണുള്ളത്. ഈ വാർഷിക പദ്ധതിയിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല മേഖലകളിൽ ഇപ്പോൾ മൃഗപരിപാലന മേഖലയിൽ പോത്തുകുട്ടി വളർത്തൽ 2 വർഷമായി നമ്മൾ തുടർച്ചയായി ചെയ്തു വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അതേപോലെ തന്നെ ഈ ആട് വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ എല്ലാ രീതിയിലും
കർഷകർക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ നല്ലൊരു രീതിയിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയും കാർഷിക വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വീട്ടുമുറ്റത്ത് കൃഷിയായിരുന്നു നമ്മൾ ആദ്യം ആലോചിച്ചത്. അപ്പോൾ അത് കൊറോണയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി. കർഷകർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാലും അത് ആ രീതിയിൽ വളർത്തിയെടുത്ത് വിപണനത്തിലേക്ക് വരുമ്പോൾ മത്സ്യത്തിന് വിലയിടിവ് വന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിട്ടതിനാൽ മത്സ്യകൃഷി നമുക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനും പ്രാരംഭഘട്ടത്തിൽ നമ്മുടെ പ്രയാസങ്ങളും പോരായ്മകളും മനസ്സിലാക്കി പദ്ധതികളിൽ പല ട്രെയിനിങ്ങുകളും നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ഒരു ശ്രമവും കൂടി പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. ക്ഷീരോത്പാദന മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടുന്ന ധാതു ലവണങ്ങൾ, അതേപോലെ തന്നെ കാലിത്തീറ്റ, അതിനെല്ലാം തന്നെ സബ്സിഡി കൊടുത്തുകൊണ്ട് കർഷകരുടെ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർഷകരെല്ലാം കുറഞ്ഞു വരുന്ന സാഹചര്യമാണുള്ളത്. അവരെ പരിപോഷിക്കാനുള്ള പദ്ധതികളും കൂടിയും കർഷകരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പദ്ധതികളും കൂടിയും കണ്ടെത്താനുള്ളൊരു ശ്രമം പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കർഷകർക്ക് ഇപ്പോൾ ഇവിടെ ട്രെയിനിങ്ങിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പുതിയ പ്രൊജക്റ്റുകളും കൂടി അവർക്ക് കൂടുതൽ നൂതന ആശയങ്ങൾ വെച്ചുകൊണ്ട് പശുപരിപാലനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളതും കൂടി ഈ വർഷം നടപ്പിലാക്കാൻ ചെയ്യണമെന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രം PHCക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽ, എല്ലാം തന്നെ ഒരു ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം എന്ന രീതിയിൽ ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും, ഹോമിയോ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും, അതേപോലെ തന്നെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 50 ലക്ഷം രൂപയും അടുത്ത് ഓരോ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പല ഫണ്ടുകളും വിനിയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഉണ്ടാകും. അതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ പ്രയാസങ്ങൾ ജനങ്ങൾക്ക് എത്തുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ, ആരോഗ്യ ക്യാമ്പുകൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടുന്ന പ്രത്യേകതരം ക്ലിനിക്കുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ആശാ വർക്കറുടെ അധീനതയിൽ ജീവശൈലി രോഗങ്ങൾക്ക് വേണ്ടുന്ന മാസാമാസ ക്ലിനിക്കുകൾ നമ്മൾ ശൈലി ആപ്പ് വഴി നടപ്പിലാക്കി വരികയാണ്. സ്ത്രീകളുടെ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന ഒരു പദ്ധതിയും കൂടി ഇപ്പം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പല രീതിയിലും ആശാ വർക്കറും JPHന്മാർ, അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എല്ലാ രീതിയിലും നമ്മുടെ സഹായ സഹകരണങ്ങളുടെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ്. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? നമ്മുടെ എരഞ്ഞോളിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും നൂതനമായ ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ മുന്നോട്ട് പോയ ഒരു പഞ്ചായത്താണ്. സംസ്ഥാന തലത്തിൽ ഹരിതമിത്രം ആപ്പ് സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലാണ് ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് അവർകൾ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ വെറും 20 രൂപ യൂസർ ഫീ ഈടാക്കിക്കൊണ്ടാണ് 3 മാസത്തിൽ 20 രൂപ യൂസർ ഫീ ഈടാക്കിക്കൊണ്ടാണ് നാളിതുവരെയായി നമ്മൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2021 ശേഷം 21 വർഷം മുതൽ ഇങ്ങോട്ടാണ് നമ്മൾ 50 രൂപ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 50 രൂപ യൂസർ ഫീ നമ്മൾ നിലവിൽ ഈടാക്കി വരുന്നത്. അതുവരെ 20 രൂപയായിരുന്നു യൂസർ ഫീ ഈടാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം അഭിമാന നിമിഷമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. 24 ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഘട്ടം ഘട്ടമായി അവരെടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകാപരമായ ഒരു സേനയായിട്ട് തുടരാൻ നമ്മുടെ എരഞ്ഞോളിക്കായിട്ടുണ്ട്. എല്ലാ മാസവും 1 മുതൽ 15 ദിവസത്തിനുള്ളിൽ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് കളക്ഷൻ നിർവഹിക്കണം. പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് MCF ഗോഡൌണിലേക്ക് എത്തിക്കുകയും അതുവഴി അത് ഷെഡിങ് ചെയ്തുകൊണ്ട് അത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ അജൈവ വസ്തു ശേഖരണം 15 ശേഷം 30 ദിവസങ്ങളിൽ അതായത് സൺഡേ എല്ലാ ഞായറാഴ്ചകളിലും വാർഡുകളിൽ നിന്ന് അജൈവ വസ്തു ശേഖരണം കൃത്യമായിട്ട് നമ്മൾ നടപ്പിലാക്കി വരികയാണ്.
എല്ലാ വെള്ളിയാഴ്ചകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നു. അതേപോലെ തന്നെ വീടുകളിൽ ഞായറാഴ്ചകളിൽ ഡ്രൈ ഡേ ആചരിച്ചു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണ ഉപാധി നമ്മളെ ജൈവമാകാം അജൈവമാകാം. ജൈവ മേഖലയിൽ റിംഗ് കമ്പോസ്റ്റുകൾ എല്ലാ വീടുകൾക്കും കൊടുക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. റിംഗ് കമ്പോസ്റ്റ് 3000 റിംഗ് കമ്പോസ്റ്റുകൾ വീടുകളിലേക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ഈ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടും വിദ്യാലയങ്ങളിൽ അതേപോലെ തന്നെ ഘടക സ്ഥാപനങ്ങളിൽ എല്ലാം റിംഗ് കമ്പോസ്റ്റ് ഇറക്കി വരികയാണ്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 2024-25 വാർഷിക പദ്ധതിയിൽ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ സംസ്കരണ ഉപാധികൾ പൂർണ്ണമായിട്ടും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഹരിതമിത്രം ആപ്പ് വഴി നമ്മളെ യൂസർ ഫീ കളക്ട് ചെയ്യുകയും കൃത്യമായിട്ട് അതിൻ്റെ മോണിറ്ററിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ ഏതൊരു ചടങ്ങിലും യൂസർ ഫീ അടച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എല്ലാ വീടുകളിലും പരിപാടി നടത്തുന്ന ഏതൊരു വീടുകളിൽ നിന്നും യൂസർ ഫീ പഞ്ചായത്തിൽ അടക്കുകയും അതിനുശേഷം ഹരിതകർമ്മസേന വഴി അവിടെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഒരു സൽക്കാര പരിപാടി നടക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മസേന വഴി ശേഖരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതേപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങൾ തലത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും സ്ഥാപന തലത്തിൽ കിട്ടുന്ന പ്ലാസ്റ്റിക്കുകളും അടക്കം പഞ്ചായത്ത് ഹരിതകർമ്മസേന വഴി കൈമാറിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തുന്ന എല്ലാ പരിപാടികളിലും ഹരിത പ്രോട്ടോകോൾ നിർബന്ധമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പം നമ്മളെല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? നമ്മുടെ എരഞ്ഞോളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മഴക്കാലത്ത് വെള്ളം കുറച്ചും കൂടി പൊങ്ങുന്ന ഒരു പ്രദേശം ചില വാർഡുകളിലുണ്ട്. 2-3 വാർഡുകളിൽ വെള്ളം പൊങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ആ മേഖലകളിൽ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലെയും തോട് സംരക്ഷണമാണ് ഈ വർഷം നമ്മളിപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാ തോടുകളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു. അതുവഴി നമ്മുടെ പരിസരങ്ങളിലുള്ള തോടുകളിൽ വരുന്ന മാലിന്യങ്ങൾ നീക്കിയപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളടക്കം നമുക്ക് എടുത്തു മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചത്തുരുത്ത് നിർമ്മാണമാണ്. പച്ചത്തുരുത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. കാവുകളിലും കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ പച്ചത്തുരുത്ത് നിർമ്മാണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഹരിതാഭമാക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി നടന്നു വരികയാണ്. അരുവി സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അരുവി സംരക്ഷണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ആലോചിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അരുവി നടത്തം തന്നെ നടന്നു. അതുവഴി അരുവിയുടെ പാതയിൽ കൂടി നടക്കുമ്പോൾ അരുവിക്ക് സംരക്ഷണം കൊടുക്കേണ്ട അത്യാവശ്യ ഘട്ടം നമ്മൾ കടന്നിരിക്കുകയാണ്. ആയതിനാൽ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അരുവി സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. കിട്ടുന്ന വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം അവിടെ നിൽക്കാതെ തോട് വഴി കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു പ്രവർത്തനമാണ് എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്നത്. അരുവി വഴി വരുന്ന വെള്ളം അവിടെ തന്നെ സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. പരമാവധി കുറേ ഭാഗങ്ങളിൽ അരുവികളിൽ തോട് പല ഭാഗത്തും കയർ ഭൂവസ്ത്രം വിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. 3-4 വാർഡുകളിൽ കയർ ഭൂവസ്ത്രം തോടുകളിൽ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 നീർമറികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ആ നീർമറിയിൽ കടന്നു പോകുന്ന എല്ലാ തോടുകളും സംരക്ഷിക്കുകയും അതിൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളെ മനസ്സിലാക്കേണ്ട പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഈ വർഷം നമുക്ക് കിണർ റീചാർജിങ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 100% കിണർ റീചാർജിങ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. ഔഷധ ഗാർഡൻ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന പലതും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് പല നാട്ടറിവുകളും നമ്മളിൽ നിന്ന് മറന്നു പോവുകയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇനി പഞ്ചായത്തിൽ എന്തൊക്കെ ഭാവി പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന് വേണ്ടി 31.5 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ജനകീയ ഫണ്ട് സമാഹരണത്തിൽ കൂടിയാണ്
ഈ സ്ഥലം നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചത്. സർക്കാരിൻ്റെ വിഹിതവും ജനകീയമായ കൂട്ടായ്മയിൽ കൂടിയാണ് നമുക്ക് ഇതെല്ലൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 128 ഭൂരഹിത ഭവനരഹിതരായ ആളുകളുടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്ത ആളുകളുണ്ട്. 2020 ലൈഫ് പദ്ധതിയിൽ ഭൂരഹിതരായ ആളുകൾക്ക് വീട്, വാസയോഗ്യമായ വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 31 സെൻറ്റ് സ്ഥലവും നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഭൂരഹിത ഭവനരഹിതരായ 43 പേർക്ക് നമുക്ക് വീട് കൊടുക്കാനാണ് പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം 30 കുടുംബങ്ങൾ നമുക്ക് പുതിയ വീടുകളിലേക്ക് താമസമാക്കിയ ഒരു സന്തോഷവും കൂടി നമുക്കുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ നാട് ഒട്ടാകെ വലിയൊരു സന്തോഷത്തിലാണുള്ളത്. ഇനിയും 31 പേർക്ക് എഗ്രിമെൻ്റ് വെച്ച് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള സാമ്പത്തിക സഹായവും കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത്. ഈ വർഷം തന്നെ ഹഡ്കോ വായ്പ എടുത്തുകൊണ്ട് 100% ലൈഫ് ഭവന പദ്ധതിയിൽ ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ പഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അവിടെ 21 കുട്ടികളാണ് ഉള്ളത്. നിലവിലുള്ള കെട്ടിടം വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിനാൽ മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഏറ്റവും അനുയോജ്യമായ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ അതിനുവേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ഫണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കുടുംബശ്രീ സംവിധാനം. അതിൻ്റെ ഭാഗമായി വനിതകൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമിട്ടുകൊണ്ട് ആവശ്യമായ വനിതാ വ്യവസായ പാർക്കുകൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ 2020 വന്നിട്ടുള്ള ഭരണസമിതി, ആ ഭരണസമിതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം എന്നുള്ളത് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.